Hello everyone, again I am back with another video. അപ്പോൾ ഇന്ന് നമ്മൾ റീഡിംഗ് PT റീഡിങ്ങിലെ fill in the blanks എങ്ങനെ ക്രാക്ക് ചെയ്യാം ഈസി ആയിട്ട് എന്നുള്ളതാണ് ചിന്തിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എനിക്ക് തോന്നുന്നു ഓൾറെഡി ഒരു ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് fill in the blanks ആയിരുന്നു കാണിച്ചിരുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ റീഡിംഗ് fill in the blanks ആണ് ചെയ്യാൻ പോകുന്നത്. കുറച്ചുകൂടി ഈസിയാണ്. റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് fill in the blanks കുറച്ച് ഹാർഡായിരുന്നു. ഇന്നിപ്പോൾ റീഡിംഗ് fill in the blanks ആണ് ചെയ്യുന്നത്. അതുമല്ല, നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും ഇന്ന് തൊട്ട് August 7th തൊട്ട് നമുക്ക് ഇനി തൊട്ട് റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് fill in the blanks ഇല്ല. പകരം റീഡിംഗ് fill in the blanks ഉള്ളൂ. പക്ഷേ ഡിഫിക്കൽട്ടി ലെവലിന് കുറവൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെ fill in the blanks അപ്രോച്ച് ചെയ്യാം എന്നിട്ട് ഒരു ക്വസ്റ്റ്യനും കൂടി നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ആദ്യം സ്ട്രാറ്റജീസ് ഡിസ്കസ് ചെയ്തിട്ട് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമുക്കൊരു പാസേജ് കിട്ടി, അറിയാമല്ലോ, ഒരു ഓൾമോസ്റ്റ് ഒരു 80 വേർഡ്സ് ഉള്ള പാരഗ്രാഫ് അല്ലെങ്കിൽ ഒരു പാസേജ് ആയിരിക്കും നമുക്ക് കിട്ടുക. അതിനകത്ത് ഒരു 4 to 5 ബ്ലാങ്ക്സ് ഉണ്ടാവും. അങ്ങനെ ഒരു പാസേജ് കിട്ടിയാൽ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം? ഇപ്പം നമ്മൾ ഒരുപാട് വീഡിയോസൊക്കെ കാണുമ്പോൾ നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്, സ്കിമ്മിങ് ഈസ് നോട്ട് നീഡഡ്. പകരം നിങ്ങൾ ബ്ലാങ്ക്സ് വായിക്കുക, ആ സെൻറ്റൻസ് വായിക്കുക, എന്നിട്ട് നിങ്ങൾ അസ്യൂം ചെയ്യുക, ആൻസേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യുക. പക്ഷെ ഞാനിപ്പോഴും നിങ്ങളുടെ അടുത്ത് പറയുന്നു, ഫസ്റ്റ് യു ഹാവ് ടു സ്കിം ദ പാസേജ്. ആദ്യം നിങ്ങൾ ആ പാസേജ് ഒന്ന് വായിച്ചിട്ട് അതിന് ഒരു ടോൺ എന്താ, ഓവറോൾ ഐഡിയ എന്താണെന്നുള്ളതൊന്ന് മനസ്സിലാക്കുക. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ യു ഹാവ് ടു റീഡ് ദി എൻറ്റയർ പാരഗ്രാഫ്. എന്നിട്ട് പിന്നെയോ നമ്മളത് പാസേജ് വായിച്ചിട്ട് മാത്രമേ നമ്മൾ ബ്ലാങ്ക്സിലേക്ക് പോകുക, അല്ലാതെ എടുത്തടിച്ച് നമ്മൾ ബ്ലാങ്കിലേക്ക് പോകരുത്, ആൻസേഴ്സ് ഫൈൻഡ് ചെയ്യട്ടെ. പിന്നെ ഞാൻ കാണുന്ന ഒരു കാര്യമുണ്ട്, നമ്മുടെ സ്റ്റുഡൻസ് ഈ ബ്ലാങ്ക്സ് ആദ്യം ഒരു സെൻറ്റൻസ് വായിച്ചിട്ട് ബ്ലാങ്ക് വരെ വായിക്കും, ബ്ലാങ്ക് കഴിഞ്ഞ് പിന്നെ ബാക്കി വായിക്കത്തില്ല. ആ ബ്ലാങ്ക് കഴിഞ്ഞ് ഫുൾ സ്റ്റോപ്പ് വരെ വായിച്ചെങ്കിൽ മാത്രമേ നമുക്ക് എന്താണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടതെന്നുള്ളൊരു ഐഡിയ കിട്ടത്തുള്ളൂ. സോ ദെൻ ലുക്ക് ഫോർ ദ മെയിൻ ഐഡിയ ആൻഡ് ഫ്ലോ ഓഫ് ദി ടെക്സ്റ്റ്. എന്താ നമ്മുടെ പാസേജ് അല്ലെങ്കിൽ പാരഗ്രാഫ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ള ഐഡിയ നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്യുക. അപ്പോൾ ആദ്യം നമ്മളൊരു പാരഗ്രാഫ് വായിച്ചു കഴിഞ്ഞ് നമ്മൾ നേരെ എന്താ നോക്കുന്നത്, ഐഡൻറ്റിഫൈ ദ പാർട്സ് ഓഫ് സ്പീച്ച്. അപ്പോൾ പാരഗ്രാഫ് വായിച്ചു, നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് വായിച്ചു അല്ലെങ്കിൽ സെൻറ്റൻസ് വായിച്ചു. എന്നിട്ട് നമ്മൾ നോക്കേണ്ടത് പാർട്സ് ഓഫ് സ്പീച്ച്. ഏത് തരത്തിലുള്ള വേർഡാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? അതൊരു നൗണാണോ, വേർബാണോ, ഇനി അതൊരു കൊളൊക്കേഷൻ ആയിട്ടാണോ വരുന്നത്? നമ്മൾ ആ ഏത് തരത്തിലുള്ള വേർഡാണ് കണ്ടുപിടിക്കുന്നതെന്ന് നോക്കുക. പിന്നെ ആസ്ക് യുവർ സെൽഫ്, ഈസ് ദ മിസ്സിംഗ് വേർഡ് എ നൗൺ, വെർബ്, ആഡ്ജക്റ്റീവ്, ആഡ്വർബ് ഓർ പ്രിപ്പോസിഷൻ? ഏത് തരത്തിലുള്ള വേർഡാണ് നമുക്ക് അവിടെ കണ്ടുപിടിക്കേണ്ടതായിട്ടുള്ളത്? എന്തെങ്കിലും ഒരു ക്ലൂ ആ ബ്ലാങ്കിന് മുന്നെയോ പിന്നെയോ കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത് നോക്കുക. പിന്നെയോ ദിസ് ഹെൽപ്സ് എലിമിനേറ്റ് ഗ്രാമാറ്റിക്കലി ഇൻകറക്റ്റ് ഓപ്ഷൻസ്. അപ്പോൾ നിങ്ങൾക്കറിയാമായിരിക്കും, നമുക്ക് fill in the blanks ക്വസ്റ്റ്യൻസിൽ ഏറ്റവും ഈസി ആയിട്ട് നമ്മുടെ ആൻസേഴ്സ് പിക്ക് ചെയ്യാൻ പറ്റുന്നത് എലിമിനേഷൻ പ്രോസസ്സ് വഴിയാണ്. അപ്പോൾ ഏത് തരത്തിലുള്ള വേർഡാണ് നമുക്ക് പിക്ക് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇറ്റ്സ് ഈസി ഫോർ യു ടു എലിമിനേറ്റ് ദി റോങ് ആൻസർ ഓപ്ഷൻസ്. ഓക്കെ, ഇനി അടുത്തതായിട്ട് ദ തേർഡ് വൺ ഇസ് ലുക്ക് ഫോർ കൊളൊക്കേഷൻസ്. ഇതിൽ പലർക്കും കൊളൊക്കേഷൻ എന്താണെന്ന് അറിയാൻ മേലാത്ത അവസ്ഥയാണ്. ഓർക്കുക, കോമ്പിനേഷൻ ഓഫ് വേർഡ്സിനെയാണ് നമ്മൾ കൊളൊക്കേഷൻസ് എന്ന് പറയുന്നത്. അത് നമ്മുടെ ഡെയിലി കോൺവെർസേഷനിൽ ഇഷ്ടംപോലെ വേർഡ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മൾ പറയും എസെൻഷ്യൽ റോൾ അല്ലെങ്കിൽ വൈറ്റൽ റോൾ, ഇമ്പോർട്ടൻറ്റ് പാർട്ട്, ഇതെല്ലാം കൊളൊക്കേഷൻസ് ആണ്. വെച്ചാൽ കോമ്പിനേഷൻ ഓഫ് വേർഡ്സ്. അത് വേർബ് ആഡ്വേർബ് ആകാം, നൗൺ ആഡ്ജക്റ്റീവ് ആകാം, ഇനി അതല്ലെന്നുണ്ടെങ്കിൽ വേർബ് പ്രിപ്പോസിഷൻ ആകാം. കോമ്പിനേഷൻസിനെയൊക്കെ നമ്മൾ കൊളൊക്കേഷൻസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ചിലപ്പോൾ കോമ്പിനേഷൻസ് ആകാം, കൊളൊക്കേഷൻ ആകാം. look for common word combinations. For example, make a decision അല്ലെങ്കിൽ heavy rain. അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് യൂസ് ചെയ്യുന്ന എല്ലാ വാക്കുകളും കോമ്പിനേഷൻ ആയിട്ടുള്ള അല്ലെങ്കിൽ പെയർ ആയിട്ട് വരുന്നതിനെയൊക്കെ നമുക്ക് കൊളൊക്കേഷൻ എന്ന് വിളിക്കുക. അതൊരു കൊളൊക്കേഷൻ ആണോ എന്നുള്ളത് നിങ്ങൾ നോക്കുക. ആൻഡ് ദെൻ അപ്പോൾ നോക്കിക്കേ, ഇതും നമ്മളെ എലിമിനേറ്റ് ചെയ്യാനായിട്ട് ഒത്തിരിയേറെ സഹായിക്കും. ആൻഡ് ദെൻ യൂസ് ഗ്രാമർ ക്ലൂസ്. അപ്പോൾ ഓർക്കുക, ഈ കൊളൊക്കേഷൻ നമ്മൾ നോക്കി, പാർട്സ് ഓഫ് സ്പീച്ച് നോക്കി, പിന്നെ നമുക്ക് ആദ്യം ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, ഗ്രാമാറ്റിക്കലായിട്ടുള്ള എറേഴ്സ്. ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് fill in the blanks ക്വസ്റ്റ്യൻസിൽ റോങ് ആൻസർ പിക്ക് ചെയ്യുന്ന ഒരു അവസ്ഥ വരുന്നത് ഗ്രാമർ അറിയാതെ വരുമ്പോഴാണ്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിലെല്ലാം കൂടുതലും നമുക്ക് തരുന്ന ഓപ്ഷൻസ് ടെൻസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഓപ്ഷൻസാണ് തരുന്നത്. അപ്പോൾ നിങ്ങൾ ഗ്രാമർ നല്ല രീതിയിൽ അറിയുകയാണെന്നുണ്ടെങ്കിൽ ടു എ സർട്ടൺ എക്സ്റ്റെൻറ്റ് ഇറ്റ് വിൽ ബി ഈസി ഫോർ യു ടു ഗെറ്റ് ദി ആൻസേഴ്സ്. ആദ്യം നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻറ്റ്. അപ്പോൾ നിങ്ങൾക്കറിയാം, ഇഫ് ദി സബ്ജക്റ്റ് ഈസ് സിംഗുലർ, വെർബ് വിൽ ഓൾസോ ബി സിംഗുലർ. ഇഫ് ദി സബ്ജക്റ്റ് ഈസ് പ്ലൂറൽ, വെർബ് ഓൾസോ വിൽ ബി പ്ലൂറൽ. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമ്മുടെ സെൻറ്റൻസിലെ എല്ലാ വെർബും പ്ലൂറലോ സിംഗുലറോ ആയിരിക്കും ബേസ്ഡ് ഓൺ ദി സബ്ജക്റ്റ്. അപ്പോൾ അവർ തമ്മിലൊരു കോമ്പിനേഷൻ, ഒരു പെയറാണ്. അത് നിങ്ങൾ നോക്കുക. രണ്ടാമതായിട്ട് ടെൻസ് ഇൻകൺസിസ്റ്റൻസി.
സിൻസ് വരികയാണെന്നുണ്ടെങ്കിൽ ഹാവ് ബീൻ അല്ലെങ്കിൽ ഹാസ് ബീൻ അല്ലെങ്കിൽ ഹാഡ് ബീൻ പ്ലസ് ING ഫോം വരും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഇനി ഹാഡ് വന്ന് കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ V3 ഫോം അല്ലെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റ് വരും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ആ ടെൻസിൻ്റെ കോമ്പിനേഷൻസ്, ആ ഫോംസ് നമ്മൾ ആ 12 ടെൻസസിൻ്റെയും ഫോംസ് നമ്മൾ മനസ്സിലാക്കിയാൽ ടു എ സർട്ടൺ എക്സ്റ്റെൻറ്റ് നമ്മുടെ ആൻസേഴ്സ് നമുക്ക് കറക്റ്റായിട്ട് പിക്ക് ചെയ്യാൻ പറ്റും. പിന്നെയോ ആർട്ടിക്കിൾസ്. ഒരു ആൻ എന്ന് പറയുന്ന ആർട്ടിക്കിൾ ബ്ലാങ്കിന് മുന്നേ ഉണ്ടെങ്കിൽ യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദ വേർഡ് മസ്റ്റ് ബിഗിൻ വിത്ത് എ വവൽ സൗണ്ട്. ഇനി അതല്ല എ ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ബിഗിൻ വിത്ത് എ കൺസണന്റ് സൗണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്ത് അറിയാൻ പറ്റുകയാണെങ്കിൽ again you will get the right answers easily. Then next one is prepositions. Preposition വെറുതെ തരുകയല്ല ചെയ്യുന്നത്. You need to pick the appropriate word which matches to the preposition. അത് ചിലപ്പോൾ ഓൺ ആയിരിക്കാം, ഇന്നായിരിക്കാം തരുന്നത്. അപ്പോൾ അതുമായിട്ട് മാച്ച് ചെയ്തിട്ടുള്ള വേർഡ് ഏതാണെന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിക്കുക. സോ ഇതാണ് നമ്മുടെ അടുത്ത ഒരു ഹിൻ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് ചെക്ക് ലോജിക്കൽ ഫ്ലോ. ഇനി ഇതൊക്കെ നിങ്ങൾക്ക് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഐഡിയ എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ഒരു റൈറ്റ് ആൻസർ പിക്ക് ചെയ്യാനും പറ്റത്തുള്ളൂ. സോ ലുക്ക് അറ്റ് ഹിയർ, ഡസ് ദി ഓപ്ഷൻ സപ്പോർട്ട് ദ മീനിങ് ഓഫ് ദി സെൻറ്റൻസ്? ഇനി നിങ്ങളൊരു ഓപ്ഷൻ പിക്ക് ചെയ്തു, ഈ പറയുന്ന സ്ട്രാറ്റജീസ് ഒക്കെ യൂസ് ചെയ്ത് പിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞാൻ പിക്ക് ചെയ്ത ഓപ്ഷൻ ഈ സെൻറ്റൻസുമായിട്ട് അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യനുമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. അത് മാച്ച് ചെയ്യുന്നില്ലെങ്കിൽ ജസ്റ്റ് റിമെമ്പർ ദാറ്റ് ഇറ്റ്സെൽഫ് ഇസ് എ റോങ് ആൻസർ. പിന്നെയോ ലുക്ക് ഫോർ ട്രാൻസിഷൻ വേർഡ്സ് ലൈക്ക് ഹൗഎവർ, therefore or in contrast to understand direction. സോ ഞാനിവിടെ കുട്ടികളെ ഗൈഡ് ചെയ്യുമ്പോൾ ഞാൻ പറയും ഈസി ആയിട്ടുള്ള 2 കാര്യമുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ, വെൻ യു റീഡ് ദ സെൻറ്റൻസ്, ചെക്ക് if the sentence is in positive or negative. ആ സെൻറ്റൻസ് ഒരു പോസിറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നെഗറ്റീവ് വേർഡ്സിനെ എലിമിനേറ്റ് ചെയ്ത് പോസിറ്റീവ് വേർഡ്സിനെ മാത്രം പിക്ക് ചെയ്താൽ മതി. ഒരു 2 പോസിറ്റീവ് വേർഡ്സിനെ നിങ്ങൾ പിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കിയാൽ യു വിൽ അണ്ടർസ്റ്റാൻഡ് വിച്ച് വൺ വുഡ് ബി ദ റൈറ്റ് ആൻസർ. അത് കഴിഞ്ഞ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എലിമിനേഷൻ പ്രോസസ്സ് ഇറ്റ്സെൽഫ്. സാധാരണ കുട്ടികൾ എലിമിനേറ്റ് ചെയ്യാതെ ഡയറക്റ്റ് ആയിട്ട് ആൻസർ പിക്ക് ചെയ്യാൻ നോക്കും. സോ he or she will be confused. അങ്ങനെ ഒരിക്കലും പോകാതിരിക്കുക. നിങ്ങൾ ഉറപ്പായിട്ടും എലിമിനേറ്റ് ചെയ്യാൻ പഠിക്കുക. കോണ്ടെക്സ്റ്റ് നെഗറ്റീവ് ആണെങ്കിൽ യു ഹാവ് ടു എലിമിനേറ്റ് പോസിറ്റീവ് ആൻസർ ഓപ്ഷൻസ്. ഇനി നമ്മുടെ കോണ്ടെക്സ്റ്റ് പോസിറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് ഓപ്ഷൻസിനെ എലിമിനേറ്റ് ചെയ്യുക. ഇത് രണ്ടുമല്ലാത്തൊരു കോണ്ടെക്സ്റ്റിനാണ് ഇപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത്. ട്രാൻസിഷൻ വേർഡ്സ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. സോ ട്രാൻസിഷൻ വേർഡ്സ് മീൻസ് ഹൗഎവർ ആകാം, ഇൻസ്പൈറ്റ് ഓഫ് ആകാം, ഡിസ്പൈറ്റ് ആകാം. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഓൾദോ, ഈവൻ ദോ. അപ്പോൾ ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയുന്നത് കോൺട്രാസ്റ്റിംഗ് ആയിരിക്കും, അത് പോസിറ്റീവും നെഗറ്റീവും ആയിരിക്കും. സോ ദെൻ യു ഹാവ് ടു റിമെമ്പർ ഇറ്റ്സ് എ ട്രാപ്പ്. വേർഡ് പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആകാം, അത് കോണ്ടെക്സ്റ്റ് അനുസരിച്ച് വേണം നിങ്ങളതിനെ പിക്ക് ചെയ്യാനായിട്ട്. ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് നമുക്ക് ഒരു എലിമിനേഷൻ മെത്തേഡ് വരുന്നത്. അപ്പം നമ്മൾ ഒരു ആൻസർ ഓപ്ഷൻ പിക്ക് ചെയ്തു എങ്കിൽ ഈ എലിമിനേഷൻ മെത്തേഡ് ഇല്ലാതെ നമ്മൾ പിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി there are chances to get the wrong answer options. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ ആദ്യമേ അസംഷനിലേക്ക് പോകാതെ അണ്ടർസ്റ്റാൻഡ് ദി കോണ്ടെക്സ്റ്റ്, ചെക്ക് ഇഫ് എനി ട്രാൻസിഷൻ വേർഡ്സ് ആർ there, check or understand what kind of word would be there, is there any collocation or is there any phrasal verb. ഇനി ഇതല്ലെന്നുണ്ടെങ്കിൽ is the answer related to any tense part, ഇത് നോക്കിയിട്ട് നിങ്ങൾ എലിമിനേറ്റ് ചെയ്യുക. ഇനി എലിമിനേറ്റ് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു 2 ഓപ്ഷൻസിനെ നമുക്ക് ബ്ലൈൻഡ് ആയിട്ട് എലിമിനേറ്റ് ചെയ്യാം, ദാറ്റ് ആർ നോട്ട് അറ്റ് ഓൾ റിലേറ്റഡ് ടു ദ ക്വസ്റ്റ്യൻ. പിന്നെ വരുന്ന 2 എണ്ണത്തിൽ നിന്ന് വേണം നമ്മൾ നമ്മുടെ റൈറ്റ് ആൻസറിനെ പിക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലായി കാണുമല്ലോ. ഫസ്റ്റ് യു ഹാവ് ടു റീഡ് ദ പാസേജ്, ദെൻ യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദി കോണ്ടെക്സ്റ്റ്, ഓക്കെ, ദ ഓവറോൾ മെയിൻ ഐഡിയ. അത് കഴിഞ്ഞ് നമ്മുടെ സെൻറ്റൻസിൽ ഫോക്കസ് ചെയ്യുക, അണ്ടർസ്റ്റാൻഡ് വിച്ച് പാർട്സ് ഓഫ് സ്പീച്ച് ഇറ്റ് വുഡ് ബി, നൗൺ ആണോ, വെർബ് ആണോ, അഡ്ജക്റ്റീവ് ആണോ, ആഡ്വർബ് ആണോ. അത് കഴിഞ്ഞിട്ട് നോക്കുക ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്സ് എന്തെങ്കിലും ഉണ്ടോ, അതിനി ഗ്രാമർ റിലേറ്റഡ് ആയിട്ടുള്ള വേർഡ്സ് ആണോ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. പിന്നെ നമ്മൾ നോക്കുക കൊളൊക്കേഷൻസ് ആണോ വരുന്നത്. ഇതെല്ലാം നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ എലിമിനേഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമ്മുടെ റൈറ്റ് ആൻസറിനെ പിക്ക് ചെയ്യണം. എപ്പോഴും ആലോചിക്കുക 2 ഓപ്ഷൻസ് നമ്മൾ അവിടെ നിർത്തണം. ഞാൻ പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രോപ്പ് ഡൗണിൻ്റെ ഓപ്ഷനാണ് പറയുന്നത്. ഇനിയിപ്പോൾ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ആണെങ്കിൽ നമുക്ക് ഡ്രാഗ് ചെയ്ത് വെക്കാനുള്ളതാണ്. സ്റ്റിൽ ദ സ്ട്രാറ്റജി ഈസ് ദ സെയിം. പക്ഷെ അതിനകത്തെ ഒരു വ്യത്യാസം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോണ്ടെക്സ്റ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടല്ലാത്ത ഓപ്ഷൻസിനെ മാറ്റി നിർത്തിയിട്ട് കോണ്ടെക്സ്റ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതിനെ മാത്രം നമ്മൾ പിക്ക് ചെയ്യുക.
അപ്പോൾ അറിയാമല്ലോ നമ്മുടെ റീഡിങ് ആൻഡ് റൈറ്റിംഗ് എന്ന് പറയുന്നത് ഏതായിരിക്കും? ഡ്രോപ്പ് ഡൗണും റീഡിംഗ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പും ആണ്. അപ്പം ഇപ്പം റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ഇന്ന് തൊട്ടില്ല. അപ്പം നിങ്ങൾ ഇത് മാത്രം ഓർത്താൽ മതി, ഡ്രോപ്പ് ഡൗണും ഡ്രാഗ് ആൻഡ് ഡ്രോപ്പും. ഓക്കെ, ബട്ട് സ്ട്രാറ്റജി ഈസ് ദ സെയിം ഫോർ ബോത്ത് ദ ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇപ്പം മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് കാണിക്കാം. സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, ബട്ട് അണ്ടർസ്റ്റാൻഡ് ദ സ്ട്രാറ്റജി ഹൗ ടു അപ്ലൈ. സോ ലുക്ക് അറ്റ് ദിസ് പാരഗ്രാഫ്. The Amazon rainforest is one of the most biologically diverse places on earth. അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും ഇവിടെ നമ്മുടെ ആമസോൺ ഫോറസ്റ്റിനെ കുറിച്ചാണ് പറയുന്നത്. നത്തിങ് നെഗറ്റീവ് ഇസ് ഗിവൺ. ഇറ്റ് ഈസ് ഹോം ടു മില്യൺസ് ഓഫ് സ്പീഷീസ്, മെനി ഓഫ് വിച്ച് ആർ സ്റ്റിൽ അൺഡിസ്കവേർഡ്. സോ ഇതെന്ന് പറയുന്നത് ഒരുപാടേറെ ലക്ഷക്കണക്കിന് സ്പീഷീസിൻ്റെ ഹോമാണ്. അതിൽ കുറേ പേരെ ഇപ്പോഴും നമ്മൾ ഡിസ്കവർ ചെയ്തിട്ടില്ല. However, so നമ്മൾ പറഞ്ഞ ഒരു റൂൾ ഉണ്ട്, we need to look for the transition words. So however is one among those transition words. So however, deforestation continues at an alarming rate. അപ്പോൾ നമുക്ക് കോഷ്യസ് ആകേണ്ട ഒരു കോണ്ടെക്സ്റ്റ് ആണ് ഇവിടെ. Posing a serious threat to this fragile ecosystem. ഇവിടെ ഒരു നെഗറ്റീവ് കോണ്ടെക്സ്റ്റ് ആണ് വന്നിരിക്കുന്നത്. We have to be really cautious. ഇനി we need to find out the answer for the next question, next blank. Trees are cut down for agriculture. So agriculture-ന് വേണ്ടി നമ്മൾ trees cut down ചെയ്യുന്നു, mining-ന് വേണ്ടി നമ്മൾ cut down ചെയ്യുന്നു, and this is the keyword we have, and. So what would be the next option? അപ്പോൾ നിങ്ങൾ നോക്കുക, നമ്മുടെ verb എന്ന് പറയുന്നത് cut down, are cut down ആണ്. അപ്പോൾ ട്രീസിനെ കട്ട് ഡൗൺ ചെയ്യുന്നത് എന്തിനാണെന്നാണ് ഇവിടെ കൊടുക്കുന്നത്. സോ ഒബ്വിയസ്ലി അഗ്രികൾച്ചർ എന്ന് പറയുന്നത് നൗണാണ്, മൈനിങ് എന്ന് പറയുന്നത് നൗണാണ്. സോ ഡെഫിനറ്റ്ലി ആൻഡ് കഴിഞ്ഞ് വരുന്നതും നൗൺ ആയിരിക്കും. സോ വി നീഡ് ടു എലിമിനേറ്റ് ദി വേർഡ്സ് ദാറ്റ് ആർ നോട്ട് നൗൺസ്. ഇനി അതൊന്ന്. ഇനി ചിലപ്പോൾ ചില കുട്ടികൾക്ക് നൗൺ ഏതാ വേർബ് ഏതാ എന്ന് തിരിച്ചറിയാൻ മേലാത്തൊരവസ്ഥയുണ്ട്. അന്നേരം നിങ്ങൾ പേർപ്പസ് നോക്കുക. ഇപ്പോൾ അഗ്രികൾച്ചർ എന്ന് പറയുന്നത് നമ്മൾ ഒബ്വിയസ്ലി നമ്മൾ ഫാമിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ്. മൈനിങ്ങും നിങ്ങൾക്കറിയാം ഖനനമാണ്. സോ ഇനി നമുക്ക് ഇതുപോലെ നമുക്ക് ഒരു പ്രോസസ്സാണ് ഇത് രണ്ടും. അപ്പോൾ ഒരു പ്രോസസ്സുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന വേർഡ് ഏതാണെന്ന് നമ്മൾ നോക്കിയാൽ ഈസി ആയിട്ട് നമുക്ക് കിട്ടും. ലുക്ക് അറ്റ് ദി ഓപ്ഷൻ ഹിയർ, കോമ്പാറ്റിംഗ്. സോ കോമ്പാറ്റിംഗ് മീൻസ് ഫൈറ്റിംഗ്. സോ ഒബ്വിയസ്ലി ഇറ്റ് ഈസ് നോട്ട് റിലേറ്റഡ്. കൺസ്ട്രക്ഷൻ നിങ്ങൾക്കറിയാം, ദാറ്റ് ഈസ് എ പ്രോസസ്, ബട്ട് ജസ്റ്റ് ഹോൾഡ് ഓൺ. റിവേഴ്സിംഗ് ഈസ് അഗെയിൻ ഇറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ എ പ്രോസസ്. പക്ഷേ നമ്മൾ എന്താ പറയുക, റിവേഴ്സൽ എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, തിരിച്ചു വരിക അല്ലെങ്കിൽ വീണ്ടും ഒരു പ്രോസസ്സിനെ നമ്മൾ വീണ്ടും ചെയ്യുക, ആ ഒരു രീതി. അപ്പോൾ പക്ഷേ ഇവിടെ നമുക്ക് റിവേഴ്സൽ പ്രോസസ് അല്ല. സോ ഒബ്വിയസ്ലി വി നീഡ് ടു എലിമിനേറ്റ് ദാറ്റ്. ദെൻ ഇഗ്നോറിങ്, ഡെഫിനറ്റ്ലി ഇറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ എ പ്രോസസ്, വെർബാണ് പക്ഷേ നൗൺ അല്ല. Then controlling is not at all suitable here. So as we are looking for the process, this is the only option which we can pick. So construction is the answer here. Okay. Ini next one. Often with the little regard for environmental consequences. ഞാൻ പറഞ്ഞു നമ്മളിത് മുഴുവൻ വായിക്കണം എന്നുള്ളത്. പക്ഷെ ഞാൻ ഇവിടെ നേരത്തെ തന്നെ പിക്ക് ചെയ്തതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായി കാണും. These three are discussing about the process and we need to look for the noun. ഇനി അടുത്തതൊന്ന് നോക്കിക്കേ. Protecting the Amazon is not just about preserving plant and animal life. അപ്പോൾ ഈ not only but also structure ആണ് ഇവിടെ വരുന്നത്. അപ്പോൾ നിങ്ങളത് ഓർക്കുക. Preserving plant and animal life. ഓക്കെ, അപ്പോൾ പ്ലാന്റ്സിനെയും ആനിമൽ ലൈഫിനെയും പ്രിസർവ് ചെയ്യാൻ മാത്രമല്ല, പിന്നെയോ ഇറ്റ് ഓൾസോ പ്ലേസ് എ ക്രൂഷ്യൽ റോൾ ഇൻ ഡാഷ് ക്ലൈമറ്റ് ചേഞ്ച്. അപ്പോൾ നിങ്ങൾ നോക്കിയേ, തൊട്ട് മുകളിൽ നമുക്കൊരു പോസിറ്റീവ് ഐഡിയ തന്നിരിക്കുന്നത്. കാരണം പ്രിസർവിങ് ഈസ് ദ കീവേഡ് വി ഹാവ്. അപ്പോൾ പ്രിസർവിങ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആയപ്പോൾ ഓബ്വിയസ്ലി ദ നെക്സ്റ്റ് വേർഡ് വി നീഡ് ടു പിക്ക് ഇസ് പോസിറ്റീവ് ഇറ്റ് സെൽഫ്. ബൈ അബ്സോർബിങ് ലാർജ് എമൗണ്ട്സ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പോൾ നമ്മുടെ ഫോറസ്റ്റ് ലൈഫ് അല്ലെങ്കിൽ പ്ലാന്റ് ലൈഫുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പോസിറ്റീവ് വേർഡാണ് നമുക്ക് പിക്ക് ചെയ്യേണ്ടത്. സോ ലുക്ക് അറ്റ് ഹിയർ. എനിവേ കൺട്രോളിങ് വോണ്ട് ബി ദ ആൻസർ. ഇല്ലേ, കൺട്രോളിങ് എന്ന് പറയുന്നത് ടു എ സർട്ടൺ എക്സ്റ്റെൻറ്റ് ഒരു നെഗറ്റീവ് കോണ്ടെക്സ്റ്റിൽ വരുന്നതാണ്. അപ്പോൾ നമുക്കത് പറ്റില്ല. ഇഗ്നോറിങ്, നെവർ എവർ. റിവേഴ്സിങ് അല്ല, ഓബ്വിയസ്ലി നമ്മളിവിടെ ക്ലൈമറ്റ് ചേഞ്ചിനെ റിവേഴ്സ് ചെയ്യല്ല ചെയ്യുന്നത്. പിന്നെ രണ്ടെണ്ണം ഉണ്ട്. വൺ ഈസ് കൺസ്ട്രക്ഷൻ ആൻഡ് അനദർ വൺ ഈസ് കോമ്പാറ്റിംഗ്. സോ കൺസ്ട്രക്ഷൻ വി ഹാവ് ഓൾറെഡി പിക്ഡ് ഹിയർ ആൻഡ് നമ്മൾ ക്ലൈമറ്റ് ചേഞ്ച് ഒരിക്കലും കൺസ്ട്രക്ട് ചെയ്യാൻ പോകുന്നില്ല. സോ ദ റൈറ്റ് വൺ ഈസ് കോമ്പാറ്റിംഗ്. ദാറ്റ് മീൻസ് നമ്മൾ ഫൈറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അവിടെ.
അപ്പോൾ നിങ്ങൾക്കിപ്പോൾ മനസ്സിലാക്കണം ഞാൻ എത്ര ഈസി ആയിട്ടാണ് പിക്ക് ചെയ്തതെന്നുള്ളത്. കാരണം നിങ്ങൾക്ക് ആ കോണ്ടെക്സ്റ്റ് മനസ്സിലാകുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് വേർഡ്സ് പിക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ചിലരുണ്ട് പാസേജ് മൊത്തം പോലും വായിക്കത്തില്ല, ആ സെൻറ്റൻസ് മാത്രം വായിച്ച് പിക്ക് ചെയ്യുന്നത്. ദാറ്റ് ഈസ് പോസിബിൾ ഓൺലി ഇഫ് യു നോ ദ വൊക്കാബുലറി ആൻഡ് കോണ്ടെക്സ്റ്റ് വെരി വെൽ. അപ്പോൾ ഇത് മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ ഒരു കാര്യം ചെയ്യുക, ഇതുപോലെയുള്ള എക്സസൈസസ് ഒന്ന് ചെയ്ത് നോക്കുക. അപ്പം മാത്രമല്ല ഓർക്കുക, യു ഹാവ് ടു സബ്സ്ക്രൈബ് അവർ യൂട്യൂബ് ചാനൽ. ഇതുപോലെയുള്ള വീഡിയോസും ലൈവും ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. മാത്രമല്ല ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് ഞങ്ങളുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ഇടുന്നുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ പ്ലീസ് ജോയിൻ ദെയർ ആസ് വെൽ. ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇനിയും ചെയ്യാം. ഓക്കെ, സോ അഗെയിൻ ഐ വിൽ ബി ബാക്ക് വിത്ത് അനദർ വീഡിയോ. താങ്ക് യു.